ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പം മാവ് കൊണ്ടൊരു ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ. നമ്മൾ രാവിലെ അപ്പം ചുട്ടതിൻ്റെ ബാക്കി മാവ് കൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആ മാവിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കാം. അത് നന്നായി അരിച്ച് ചേർത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിൽ മാവിന് അല്പം ലൂസാണ്. അപ്പത്തിൻ്റെ പാകത്തിനല്ലേ നമ്മൾ മാവ് കലക്കി വെച്ചിരുന്നത്, അതുകൊണ്ട് മാവ് അല്പം ലൂസാണ്. ഉണ്ണിയപ്പത്തിന് അത് പോരാ. അതുകൊണ്ട് നമുക്ക് ഇത്തിരിയും കൂടെ കട്ടി വരുത്താനായിട്ട് 2 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ. ഇനി നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പം ഓരോന്നും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഒഴിച്ചപ്പോൾ മാവ് അല്പം കൂടിപ്പോയി. കുറച്ച് നിന്നാൽ മതി മാവ്. ഇതിപ്പോൾ അല്പം കൂടിപ്പോയി, എന്നാലും നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ്, അപ്പത്തിൻ്റെ മാവ് നമ്മളിനി നാളത്തേക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത് നേരെ കിട്ടത്തില്ല, സോഫ്റ്റ്നെസ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ മാവ് കൊണ്ട് ചിലപ്പോഴൊക്കെ ഒറ്റയപ്പം ഉണ്ടാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കാറുണ്ട്. പിന്നെ ചിലപ്പം കാലത്ത് തൊട്ട് വൈകിട്ട് വരെ വെളിയിൽ വെച്ചിരുന്നിട്ട് വൈകിട്ട് ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ ഒത്തിരിയും കൂടെ പുളിപ്പ് വരും. അപ്പം ഉണ്ണിയപ്പം അന്നേരം ചുട്ടെടുത്താൽ നല്ലതുപോലെ കിട്ടും, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാവ് കൂടുതൽ ഒഴിച്ചതുകൊണ്ട് അല്പം ഷേപ്പ് മാറി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെയുള്ള ഉണ്ണിയപ്പമാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഈ ഉണ്ണിയപ്പം പാകമായി. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഓരോ ഉണ്ണിയപ്പവും നമ്മൾ കോരിയെടുക്കുകയാണ് പാത്രത്തിലോട്ട് കേട്ടോ. നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയുമാണ്, സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുറച്ചും കൂടെ നല്ലതുപോലെ വന്നിട്ടുണ്ട്, കാരണം ഞാൻ മാവ് കുറച്ചേ ഒഴിച്ചുള്ളൂ. ഇനി നമുക്കിതിനെ കമത്തി കൊടുക്കാം. നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ണിയപ്പം തയ്യാറാക്കാൻ. ലോ ഫ്ലെയിമും ആവരുത്, ഹൈ ഫ്ലെയിമും ആവരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ണിയപ്പം തയ്യാറാക്കാൻ. അപ്പം നമ്മൾ ഓരോ ഉണ്ണിയപ്പവും തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പവും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഉണ്ണിയപ്പവും കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം ഒഴിച്ച എണ്ണ മതി. ഇനി നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഈ എണ്ണ മതി, കുറച്ച് എണ്ണ മതി ഇതിന് കേട്ടോ. അപ്പം നിങ്ങൾ അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 പ്രാവശ്യത്തെക്കാളും നല്ല ഷേപ്പോടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതും കോരിയെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കിട്ടി. നമുക്കിനി അതും കോരിയെടുക്കാം. ഞാൻ അപ്പം മാവിൽ ചേർക്കുന്നത് സോഡാപ്പൊടിയും ഉപ്പും പിന്നെ രാത്രി അരച്ച് വെച്ച മാവിലോട്ട് രാവിലെ ചേർത്ത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ രാത്രി അരച്ച് വയ്ക്കുമ്പോൾ ഞാൻ അരിയും ചോറും മാത്രമാണ് അപ്പത്തിനായിട്ട് അരച്ച് വയ്ക്കുന്നത്, തേങ്ങയൊന്നും ചേർക്കാറില്ല. പക്ഷേ നല്ല അപ്പം കിട്ടാറുണ്ട്. ഇതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ണിയപ്പം. അടിപൊളി ഉണ്ണിയപ്പമാണ്, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. ഇതൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ബാക്കി വരുന്ന മാവൊന്നും എടുത്ത് കളയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചൊക്കെ നോക്കണം. പലരും ദോശമാവ് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പം മാവ് ബാക്കി വന്നത് വെച്ച് ഞാനിങ്ങനെ ആദ്യമായിട്ട് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ കിട്ടിയായിരുന്നു. അന്നേരം പിന്നെ ഇപ്പോഴും ചെയ്യാമെന്ന് വെച്ചങ്ങനെ
കിട്ടിയതാണ്. നല്ലതുപോലെ എല്ലാം കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയും പിന്നീട് ചേർക്കേണ്ടി വന്നിട്ടില്ല, നല്ലതുപോലെ കിട്ടി. അപ്പം നമുക്ക് ഇപ്പം അപ്പം മാവ് വെച്ച് ഇത്രയും നല്ല ഉണ്ണിയപ്പം രാവിലെ ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. ഈ മാവ് പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, തലേന്ന് പുളിച്ച മാവല്ലേ. അതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ കണ്ട ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റും മധുരവും ഉള്ള ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ അറിയാത്തവരൊക്കെ ഇത് കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവർക്കും ഒരുപാട് തയ്യാറാക്കി നോക്കൂ. നന്ദി, ഒരുപാട് താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.